തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാരക രോഗം ബാധിച്ച് പൂർണ്ണമായും കിടപ്പിലായവർ തുടങ്ങിയവരെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായമായ ആശ്വാസകിരണം ഗുണഭോക്താക്കൾക്ക് 2025 ഒക്ടോബർ വരെയുള്ള മുഴുവൻ ധനസഹായവും സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭിന്നശേഷിക്കാരുടെ പരിചാരകരായ 22,700 പേർക്ക് കൂടി ആശ്വാസകിരണം പദ്ധതിയുടെ ആനുകൂല്യം എത്തിക്കുകയാണ്. അതായത് 2018 ഏപ്രിൽ 1 മുതൽ അപേക്ഷിച്ചിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളെ ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ധനസഹായം എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് ഗുണഭോക്താക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 366 ഗുണഭോക്താക്കളാണ് ഇതിലുണ്ടായിരുന്നത്. 2025-26 ആകുമ്പോഴേക്കും അത് 25,000 ഗുണഭോക്താക്കളായി ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ഗുണഭോക്താക്കൾക്ക് നൽകാനായി തന്നെ വലിയ തുക ചെലവാക്കേണ്ട നിലയുണ്ടായിരുന്നത് കൊണ്ടാണ് 2018 ശേഷം അപേക്ഷിച്ചവരെ പരിഗണിക്കാൻ ഇതുവരെ കഴിയാതിരുന്നത്. ഇപ്പോൾ 2018 ഏപ്രിൽ 1 മുതൽ അപേക്ഷിച്ചിട്ടുള്ള തീവ്ര ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവർക്ക് ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതിമാസം 600 രൂപ വീതം ലഭ്യമാക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ആശ്വാസകിരണം പദ്ധതിയിലേക്ക്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25,000 ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം നൽകുന്നത്. ഈ ഒക്ടോബർ മാസം വരെയുള്ള ധനസഹായം പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വ്യാജ പ്രചരണങ്ങൾ നടന്നു വന്നിരുന്നു. നവംബർ മാസത്തെ ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുകയാണ്. ഉടനെ അത് ലഭ്യമാക്കും. നിലവിലുള്ളവർക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്തു എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ്. കാരണം വലിയൊരു തുക ഈ പദ്ധതിക്കായിട്ട് ചെലവാക്കേണ്ടതായി വരുമ്പോൾ പ്രതിവർഷം നമുക്ക് ലഭിക്കുന്ന തുകയിൽ നിന്ന് അത് കണ്ടെത്തുക വളരെ പ്രയാസകരമായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഗുണഭോക്തൃ ലിസ്റ്റിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും കുടിശ്ശിക തീർത്ത് ആശ്വാസകിരണം അവരുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ 2018 ശേഷമുള്ള അപേക്ഷകരെ പരിഗണിച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ തീവ്ര ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവരെയാണ് ഇപ്പോൾ ഇതിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. മസ്റ്ററിങ് പൂർത്തീകരിച്ച് രേഖകളെല്ലാം സമർപ്പിച്ച അർഹരായി കണ്ടെത്തിയ എല്ലാവരെയും ഇതിലേക്ക് ചേർക്കുകയാണ്. ശയ്യാവലംബികളായ വയോജനങ്ങളുടെ പരിചാരകർക്കും ആശ്വാസകിരണം പദ്ധതി പ്രകാരം തുക അനുവദിച്ചു വരുന്നുണ്ട്. ആ വകുപ്പിൽപ്പെട്ടവരെ നമ്മളിപ്പോൾ പരിഗണിച്ചിട്ടില്ല. ഉടനെ തന്നെ അവരെയും പരിഗണിക്കും. 2018 ശേഷമുള്ള അപേക്ഷകൾ. ക്ലിയറായ? 25,000 പേരാണ് ഇപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2018 ഏപ്രിൽ 1 മുതലുള്ള അപേക്ഷകരെ കൂടി എടുക്കുമ്പോൾ 22,700 പേരും കൂടി അധികമായിട്ട് വരികയാണ്. 22,700. 25,000 ഓൾറെഡി ഉണ്ട്. 24,355 പേര് ഓൾറെഡി ഗുണഭോക്താക്കളായിട്ടുണ്ട്. അതിൻ്റെ കൂടെ 22,700 പേർക്കും കൂടി ഇപ്പോൾ ഈ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്.